കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആളുകളുണ്ട്. അതല്ല, ആഴ്ചയിൽ 1-2 തവണ അങ്ങനെ ജപിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ജപിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുമുണ്ട്. ചിലപ്പോൾ നമുക്ക് പല പല സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ച് സമയം ഇരുന്ന് ഈ ലളിതാ സഹസ്രനാമം ജപിക്കുവാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ, അതായത് ലളിതാ സഹസ്രനാമം നമുക്ക് ജപിക്കുവാൻ സാധിക്കാത്ത അവസരങ്ങളിൽ, അല്ലെങ്കിൽ ജപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ജപിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക്, ഇനി തെറ്റിപ്പോകുമോ അങ്ങനെയൊക്കെയുള്ള ഭയമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് ജപിക്കുവാൻ ക്ഷമയില്ലാത്ത ആളുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനായിട്ട്, അതായത് അവരുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനായിട്ട് ലളിതാ സഹസ്രനാമത്തിലെ 200-ാമത്തെ ശ്ലോകം, ആ 200-ാമത്തെ ശ്ലോകം ഒരു 108 തവണ അല്ലെങ്കിൽ 1008 തവണയൊക്കെ നിത്യവും ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. നിങ്ങൾ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണ് എങ്കിൽ പോലും ഒരു ദിവസം നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിച്ചില്ല, അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു നാമം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യാത്ര പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഏത് അവസ്ഥയിൽ ഇരുന്നു കൊണ്ടായാലും ശരീരശുദ്ധി ഉണ്ടെങ്കിൽ ഈ ഒരു നാമം, അതായത് ലളിതാ സഹസ്രനാമത്തിലെ 200-ാമത്തെ ശ്ലോകം നിങ്ങൾ ഒരു 108 തവണ അല്ലെങ്കിൽ 1008 തവണ ജപിക്കുകയാണെങ്കിൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതിൽ തന്നെ 1008 തവണ പല തവണയായിട്ട് ജപിക്കുകയാണെങ്കിൽ വളരെ വളരെ ഉത്തമമാണ്. ഈ ഒരു നാമം ജപിക്കുന്നതിനായിട്ട് വിളക്ക് തെളിയിച്ച് നമ്മൾ അങ്ങനെ ഒരിടത്ത് ഇരുന്ന് ജപിക്കണമെന്നില്ല. നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്, യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശരീരശുദ്ധി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരീരവും മനസ്സുമൊക്കെ നിങ്ങളുടെ ശുദ്ധമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ യാത്ര അവസരങ്ങളിൽ പോലും എന്ത് ചെയ്യാം, ഈ ഒരു നാമം ജപിക്കാവുന്നതാണ്. ഒരേ ഇരിപ്പിൽ തന്നെ 1008 തവണ ജപിക്കണമെന്ന് നിർബന്ധമില്ല. പല പല അവസരങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് ജപിച്ചാലും മതി. പക്ഷേ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടാകണം, അത്ര മാത്രമേ നമുക്ക് ഇതിനകത്ത് നിർബന്ധമുള്ളൂ. സാധാരണ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ വിളക്ക് തെളിയിച്ച് വെച്ച് ഒരു പലകയിട്ട് നമ്മൾ ഇരുന്ന് ഒക്കെയല്ലേ നമ്മൾ ജപിക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ഒരു നാമം നിങ്ങൾ നിരന്തരം, അതല്ല നിങ്ങൾ ലളിതാ സഹസ്രനാമം നിരന്തരം ജപിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഈ ഒരു നാമം നിങ്ങൾ നിരന്തരം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് വിശ്വാസം. ആ നാമം ഇതാണ്, എഴുതി കാണിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക. ഓം സർവമംഗളായൈ നമ. ഇതാണ് ഈ നാമം. ഈ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് വിശ്വാസം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇന്നു മുതൽ ഓം സർവമംഗളായൈ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. വ്യത്യാസം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.